പ്രിയമുള്ളവരെ, രാമരാജപുരം കായലിലെ പാടശേഖരത്തിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മൾ നിരവധി വീഡിയോകൾ എടുത്തു. എന്നിരുന്നാലും ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രത്യേകത, ഇത് അടിക്കണ കൊതുമ്പ് എന്ന് പറയും. കുട്ടനാട്ടുകാർക്ക് പരിചിതമുള്ള വാക്കുകളാണിതൊക്കെ. എന്നിരുന്നാലും ഈ അടിക്കണയും കൊതുമ്പും ഒക്കെ കഴിഞ്ഞിട്ട് കതിര് നിരക്കുന്ന ഒരു കാലഘട്ടമാണ്. നെല്ലിൻ്റെ പൂർണ്ണ വളർച്ചയെത്തി അത് തീർച്ചയായും കതിരിട്ട് പൂവിട്ട് തുടങ്ങി. അത്തരമൊരു ദൃശ്യത്തിലേക്കാണ് അങ്ങിങ്ങായി കതിരുകൾ വന്നു തുടങ്ങി. ഏകദേശം വലിയ കേടില്ല. ഇപ്പോൾ നിലവിൽ ഇതേ അവസ്ഥ വരെ വലിയ കേടില്ല. നെല്ലിന് നല്ല വളർച്ച കാണിക്കുന്നുണ്ട് നെല്ലിൻ്റെ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ്. മറ്റ് കാലാവസ്ഥാ വ്യതിയാനങ്ങളോ മഴയോ കൊടുങ്കാറ്റോ ഒന്നും ഉണ്ടായില്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള വിളവ് ഈ പാടശേഖരങ്ങളിൽ നിന്ന് ലഭിക്കുമെന്നാണ് കർഷകരുടെ എല്ലാവരുടെയും പ്രതീക്ഷ, അവരുടെ പ്രാർത്ഥന. അത് ഫലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഇതാണ് നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ കാണുന്നത് മൂപ്പ് വിത്ത് എന്ന് പറയും. അതായത് നമ്മൾ സാധാരണ വരുന്ന വിത്തിൻ്റെ കൂട്ടത്തിൽ വരുന്ന വിത്ത്. ആ വിത്ത് നേരത്തെ കയറി മുളയ്ക്കും. അത് നേരത്തെ കയറി പൂക്കുകയും ചെയ്യും, അത് കതിരിടുകയും ചെയ്യും. അത്തരം ഒരു വിത്തുകളാണ് ഇപ്പോൾ. മറ്റ് വിത്തുകളെയൊക്കെ സംബന്ധിച്ചോളം അത് നാമ്പെടുത്ത് വരുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷേ മറ്റ് ഒന്ന് രണ്ട് വിത്തുകൾ അത് നേരത്തെ കയറി അത് പൂക്കുകയും അതുപോലെ തളിരിടുകയൊക്കെ ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷെ അത് ഒന്നോ രണ്ടോ എണ്ണമേ കാണുകയുള്ളൂ. അങ്ങിങ്ങായിട്ട് അത് തല ഉയർത്തി പിടിച്ച് നിൽക്കുന്നുണ്ട്. നല്ല മഞ്ഞുതുള്ളിയിൽ കുളിച്ച് നിൽക്കുകയാണ്. ചെറിയ സൂര്യപ്രകാശവും ഒക്കെ കിട്ടുമ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഒരു സമയമാണിത്. അന്നജം രൂപപ്പെടുന്നു. ഇനിയിപ്പോൾ ശരിക്കും തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഈ സമയത്ത് വരാൻ പോകുന്ന ഒരു കള അല്ലെങ്കിൽ നമുക്ക് കീടമെന്ന് പറഞ്ഞാൽ ചാഴിയൊക്കെയാണ്. അത് നമ്മളെ സംബന്ധിച്ചോളം ഈ ചാഴി അപകടകാരിയാകുന്നത് ഈ പാല് ഉറയ്ക്കുക എന്ന് പറയും. ഈ നെല്ലിലേക്ക് അരി രൂപപ്പെടുന്നു വരുന്നതിന് തൊട്ട് മുമ്പ് പാലുറയ്ക്കുക എന്നത് നല്ല മധുരമായിരിക്കും അതിന്. ഈ മധുരം കഴിക്കാൻ വേണ്ടി ചാഴിയുടെ ഉപദ്രവം ഉണ്ടാവും. അങ്ങനെ ചാഴി ഈ നെല്ലിൻ്റെ തണ്ട് തുരന്ന് അതിലെ പാല് വലിച്ചു കുടിക്കുകയാണെങ്കിൽ ആ നെല്ല് പതിരായിപ്പോവും. കാരണം ആ പാലാണ് ഉറച്ച് അന്നജമായി മാറുക. ആ അന്നജമാണ് ചാഴി എന്ന ഉപദ്രവം കൊണ്ട് ഈ കർഷകരെ ദ്രോഹിക്കുന്നത്. തീർച്ചയായും അതിന് ഇപ്പോൾ ഇനി വിഷമടിക്കാനൊന്നും പറ്റില്ല. അത് കൃത്യമായി നോക്കി ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. പുഴുവിൻ്റെ ചെറിയ കേട് കാണിക്കുന്നുണ്ട്, വെള്ളം ഉള്ളത് കൊണ്ട് ചെറിയ പുഴുവിൽ. പക്ഷെ അത് നമുക്ക് ഓല വെട്ടിപ്പുഴു എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഓല വെട്ടിക്കളയുന്നതാണ്. ഇതാണ് ദൃശ്യങ്ങൾ. ഇത് ഓല വെട്ടിക്കരിച്ച് കളയുന്നതാണ് ഈ പുഴുവിൻ്റെ ഒരു രീതി. അതും നമുക്ക് കർഷകരെ സംബന്ധിച്ചോളം അത് ദോഷമാണ്. തീർച്ചയായിട്ടും അതിനെതിരെ നമുക്ക് ചെറിയ മരുന്നുകളൊക്കെ തളിച്ചു കൊടുക്കേണ്ടി വരും. അതൊക്കെയാണ് ഇന്നത്തെ പ്രത്യേകത. എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ശുഭദിനം.